ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയ ദൈവമക്കളെ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും അനുഗ്രഹീതമായ ഒരു പ്രഭാതം ആശംസിക്കുന്നു. വിശുദ്ധമായ ഒരു ഞായർ ദിനത്തിൽ ഇന്നത്തെ നമ്മുടെ അനുദിന പ്രഭാത തിരുവചനമായി നമ്മൾ ധ്യാനിക്കുന്നത് പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 8 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങളാണ്. ജീവിതത്തിൻ്റെ തിരക്കുകൾക്കിടയിൽ ദൈവത്തെ മറക്കുന്ന മനുഷ്യനെ ദൈവസന്നിധിയിലേക്ക് വീണ്ടും വിളിച്ചു വരുത്തുന്ന ശക്തമായ ഒരു സന്ദേശമാണ് ഈ ഭാഗം നമ്മോട് സംസാരിക്കുന്നത്. ഈ തിരുവചനം നമ്മുടെ ഹൃദയങ്ങളെ സ്പർശിക്കട്ടെ. ദൈവം നമ്മോട് സംസാരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥനയോടുകൂടി ആരംഭിക്കാം. സ്നേഹവാനായ ദൈവമേ, ഈ പുതിയ പ്രഭാതത്തിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ജീവിതത്തിൻ്റെ തിരക്കുകളിൽ പലപ്പോഴും കർത്താവേ, അങ്ങേ മറന്നുപോയ നിമിഷങ്ങൾക്കായി ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കണമേ. ഈ തിരുവചനം കേൾക്കുന്നതിലൂടെ അങ്ങയുടെ ശബ്ദം ഞങ്ങൾ വ്യക്തമായി കേൾക്കുവാൻ തമ്പുരാനെ അവിടുന്ന് കൃപ നൽകണമേ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ, ആമേൻ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, നമ്മുടെ തിരുവചന ഭാഗം പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 8 മുതൽ 11 വരെയുള്ള തിരുവചന ഭാഗമാണ്. ശബത്ത് നാളിനെ ശുദ്ധീകരിക്കുവാൻ ഓർക്കുക. 6 ദിവസം അധ്വാനിച്ച് നിന്റെ വേലയൊക്കെയും ചെയ്യുക. 7-ാം ദിവസം നിന്റെ ദൈവമായ യഹോവയുടെ ശബത്താകുന്നു. അത് നീയും നിന്റെ പുത്രനും പുത്രിയും നിന്റെ വേലക്കാരനും വേലക്കാരിയും നിന്റെ കന്നുകാലികളും നിന്റെ പടിവാതിൽക്കലകത്തുള്ള പരദേശിയും ഒരു വേലയും ചെയ്യരുത്. 6 ദിവസം കൊണ്ട് യഹോവ ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ളതൊക്കെയും ഉണ്ടാക്കി. 7-ാം ദിവസം സ്വസ്ഥമായിരുന്നു. അതുകൊണ്ട് യഹോവ ശബത്ത് നാളിനെ അനുഗ്രഹിച്ചു ശുദ്ധീകരിച്ചിരിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഈ വചനഭാഗത്തിലൂടെ ദൈവം നമ്മെ വളരെ പ്രധാനപ്പെട്ട ഒരു വലിയ സത്യമാണ് നമ്മെ പഠിപ്പിക്കുന്നത്. ശബത്ത് ദിവസം വിശുദ്ധമായി ആചരിക്കണം എന്ന് ദൈവം ഇവിടെ കൽപ്പിക്കുകയാണ്. 6 ദിവസം മനുഷ്യൻ തൻ്റെ ജോലി ചെയ്യട്ടെ, എന്നാൽ ഒരു ദിവസം ദൈവത്തിനായി, ദൈവവേലയ്ക്കായി, ദൈവിക കാര്യങ്ങൾക്കായി നീ വേർതിരിക്കണം എന്ന ആ ഒരു വലിയ സത്യം. ഇന്ന് ലോകം വളരെ തിരക്കിലാണ്. മനുഷ്യൻ പണത്തിനും ജോലിക്കും പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആത്മാവിന് വിശ്രമം നൽകുവാൻ സമയം കണ്ടെത്തുന്നു. ദൈവം നമ്മെ ദൈവസന്നിധിയിൽ വിശ്രമിക്കുവാനാണ് നമ്മെ വിളിക്കുന്നത്. ശബത്ത് ദിവസം എന്നത് വെറും വിശ്രമ ദിവസവുമല്ല, ദൈവവുമായുള്ള ഒരു ബന്ധം പുതുക്കുന്നതിൻ്റെ ഒരു ദിവസമാണ്. കുടുംബമായി പ്രാർത്ഥിക്കുവാൻ, കുടുംബമായി ആരാധനയിൽ പങ്കെടുക്കുവാൻ, വിശുദ്ധ കുർബാന അനുഭവിക്കുവാൻ, അതിലൂടെ ഒരു പാപമോചനം, പശ്ചാത്താപം മനുഷ്യ ഹൃദയങ്ങളിൽ ഉണ്ടാകുവാനായി ഈ വചനം വായിക്കുവാൻ, ദൈവത്തെ ആരാധിക്കുവാൻ, ആത്മീയമായി നമ്മയൊന്ന് പുതുക്കപ്പെടുവാൻ ദൈവം നമുക്ക് നൽകിയ അനുഗ്രഹീത സമയമാണിത്. ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുക്കുമ്പോൾ ജീവിതത്തിൽ സമാധാനവും അനുഗ്രഹവും തീർച്ചയായും ഉണ്ടാകുമെന്നതാണ്. ഇത് നമ്മളും സ്വയം നമ്മോട് തന്നെ ചോദിക്കാം. ഞാൻ ദൈവത്തിനായി, ദൈവിക കാര്യങ്ങൾക്കായി സമയം മാറ്റിവെക്കുന്നുണ്ടോ? എൻ്റെ ജീവിതത്തിൽ ദൈവത്തിന് പ്രധാന സ്ഥാനം ഞാൻ നൽകുന്നുണ്ടോ? ദൈവം നമ്മെ തൻ്റെ സന്നിധിയിലേക്ക് വീണ്ടും മാടി വിളിക്കുകയാണ്. ആ വിളിക്കായി നാം കാതോർത്തിരിക്കുകയാണ്. ആ വിളിക്ക് നമുക്കനുസരിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും ശബത്ത് ദിനമായി ആചരിക്കുന്ന ദിവസം ദൈവ തിരുസന്നിധിയിലേക്ക് വരിക എന്ന് ദൈവം നമ്മോട് കൽപ്പിക്കുന്ന ഒരു ദിവസമാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, ഈ തിരുവചനത്തിലൂടെ അങ്ങ് ഞങ്ങളോട് സംസാരിച്ചിട്ടുണ്ട്. ജീവിതത്തിൻ്റെ തിരക്കുകൾക്കിടയിൽ അങ്ങയെ മറക്കാതെ ജീവിക്കുവാൻ തമ്പുരാനെ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. അങ്ങേക്കായി സമയം മാറ്റിവെക്കുവാൻ തമ്പുരാനെ അവിടുന്ന് കൃപ നൽകണമേ.
ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. രോഗികളായിരിക്കുന്നവരെ തമ്പുരാനെ അവിടുന്ന് സ്പർശിക്കണമേ. അവർക്ക് ആശ്വാസം നൽകുമാറാകണമേ. ഭാരത്തോട് ജീവിക്കുന്നവർക്ക് തമ്പുരാനെ അവിടുന്ന് സമാധാനം നൽകണമേ. ഈ പുതിയ ദിവസം അങ്ങയുടെ കൈകളിൽ സമർപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ. ആമേൻ.